ഹണിറോസിന്റെ മൊഴി പ്രോസിക്യൂട്ടർ കോടതിയിൽ വായിക്കുകയാണ്. അതായത് തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ വായിക്കുന്നത്. ബോധപൂർവമായി ബോബി ചെമ്മണ്ണൂർ അവമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഹണിറോസ് മൊഴിയായി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോപണത്തിന് അല്ലെങ്കിൽ പരാതിക്ക് കാരണമായ സംഭവം പരിപാടിയിൽ നിന്ന് ഹണിറോസ് വളരെ വിഷമിച്ചാണ് പോയതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം മൊഴിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് മൊഴിയായിട്ട് തന്നെ ഈ പോലീസിന് നേരിട്ട് കൊടുത്ത മൊഴി മാത്രമല്ല, ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തി രഹസ്യമൊഴിയും ഹണിറോസ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ കേസിന് കൂടുതൽ ശക്തി നൽകുന്നതാണ് ഈ രഹസ്യമൊഴി എന്ന് പറയുന്നത്. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി കോടതിയെ ഇപ്പോൾ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തുകയാണ്. എന്തായാലും പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും അതിശക്തിയുക്തം പ്രോസിക്യൂഷൻ എതിർക്കുകയാണ്. ഒരു തരത്തിലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകരുത് എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജാമ്യം നൽകിയാൽ ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിൽ വളരെ നാടകീയമായി തന്നെ വളരെ വേഗത്തിൽ പോലീസ് ആക്ട് ചെയ്ത് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകും എന്നുള്ളതാണ്. വാദം വളരെ ശ്രദ്ധേയമാണ്. ജാമ്യം നൽകിയാൽ ബോബി ഒളിവിൽ പോകുമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്നതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യം വാദമായി ഉന്നയിക്കുന്നത്. ഒളിവിൽ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാനും ഒപ്പം സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അരുൺ ശങ്കർ തുടരൂ. അതെ, അതാണ് വളരെ പ്രധാനപ്പെട്ട ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ജാമ്യം നൽകിയാൽ ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകുമെന്നുള്ളതാണ്. വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അയാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. വളരെ ധനാഢ്യനായ ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ അത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഹണിറോസിന്റെ പരാതിയിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമ പോസ്റ്റിൽ ഒരു വാക്യമുണ്ടായിരുന്നു. താങ്കളുടെ സമ്പത്തിൽ ഊറ്റം കൊണ്ടോളൂ, ഞാൻ ഭാരതീയ നിയമസംഹിതയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, സാക്ഷികളെ സ്വാധീനിക്കും, ഇയാൾക്ക് ഒളിവിൽ പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ വളരെ ഗുരുതരമായുള്ള ആരോപണം, ശാരീരിക അതിക്രമം ഉണ്ടായി ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇയാൾക്ക് ജാമ്യം നൽകരുത്, ഇയാൾ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ ഒളിവിൽ പോകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്നുള്ള ഒരു വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഭാഗം ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അരുൺ ശങ്കർ, ഒരു ഹസ്തദാനത്തിന് പോലും സ്ത്രീ ഏറ്റവും ആദ്യം തയ്യാറായി കൈനീട്ടിയാൽ മാത്രം സാധിക്കണമെന്ന മര്യാദ നിലനിൽക്കുന്ന സ്ഥലത്താണ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ അത് ഏതു ഭാഗത്താണെങ്കിലും സ്പർശിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ അവർക്ക് നിരത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെയും ഉന്നയിച്ച് സർക്കാർ ജാമ്യത്തെ ശക്തിയുക്തം എതിർക്കുകയാണ് കോടതിയിൽ. പക്ഷേ പ്രതിഭാഗം വാദിക്കുന്നത് കെ രാമൻപിള്ളയാണ്. നമുക്കറിയാം, പ്രശസ്തനായ അഭിഭാഷകനാണ് അദ്ദേഹം. ഇത്തരത്തിൽ സമാനമായ നിരവധി കേസുകളിൽ വാദിച്ചിട്ടുള്ളയാളാണ്. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് വരുന്ന മണിക്കൂറുകൾ, വരുന്ന നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും. ഏതായാലും ശക്തമായ വാദമാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നിരവധി കാരണങ്ങൾ ഇരുഭാഗങ്ങളും നിരത്തുന്നുണ്ട്. ജാമ്യം നൽകാതിരിക്കാൻ കാരണങ്ങൾ എന്തൊക്കെ എന്ന് പോലീസ് കൃത്യമായി പറയുന്നു. ജാമ്യം നൽകിയാൽ ബോബി ഒളിവിൽ പോകുമെന്നാണ് സർക്കാർ ഭാഗം, പ്രോസിക്യൂഷൻ ഭാഗം വാദിക്കുന്നത്. വലിയ സ്വാധീന ശക്തിയുള്ളയാളാണ്, സാക്ഷികളെ അതുകൊണ്ട് തന്നെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്.